എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത്താണ്. ഇന്ന് നല്ല ഓഫായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് കുറച്ച് ലേറ്റായി എഴുന്നേക്കാൻ. പിന്നെ എല്ലാവർക്കും സുഖം. നാട്ടിൽ ഭയങ്കര മഴയാന്ന് പറയാം. പിന്നെ വീഡിയോസ് ഇന്ന് രാവിലത്തെ വീഡിയോസ് ഇട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്നോളൂ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. നമ്മൾ മാസം തുടങ്ങുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ കുറച്ച് മത്സ്യം കിട്ടി. അപ്പോൾ മത്സ്യം ഒന്ന് റെഡിയാക്കി വെച്ചു. ഇതെന്താ എന്നാൽ കിളിമീനോ? നമ്മുടെ കണ്ണൂർ ഭാഗത്ത് പിയ്യാപ്പിള എന്ന് പറയും, പിയ്യാപ്പിള. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. സാധാരണ ഞാൻ തേങ്ങ അരച്ചുണ്ടാക്കില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് കഴിക്കുന്നവരൊക്കെ ബംഗ്ലാദേശ്, ഫിലിപ്പീന് മറ്റേ ഇവരൊക്കെയാണ്. അവർക്ക് ഈ തേങ്ങ ഇഷ്ടമില്ല. എന്നാലും ഇന്ന് തേങ്ങ കുറച്ച് ജീരകമൊക്കെ അടിച്ച് അരക്കാന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം. എല്ലാ ദിവസവും കഴിക്കുന്നില്ലേ. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി. പിന്നെ ഇന്ന് മിഷ്ടാന സദ്യയാണ്. ഇന്ന് കോളിഫ്ലവറും ഉണ്ടാക്കി വെച്ചു. കോളിഫ്ലവർ തോരൻ മാതിരി ഉണ്ടാക്കിയിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് ഒരു നോർത്ത് സ്റ്റൈലിലാക്കിയിട്ട് വെച്ചു. അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടോ, ഇവിടെ നമ്മൾ ഒമാനിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് വേറൊരു ഗിഫ്റ്റ് കൂടെ കിട്ടിയത്. അതാണ് യൂറിക് ആസിഡ്. ഒരാളെന്നോട് ഈ സാധനം രാവിലെ സാലഡിൻ്റെ കൂടെ ആക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പറയുന്നത്. അപ്പോൾ അധികം കൂടുതലില്ല, എന്നാലും ഇത് കുറച്ചായിട്ട് കഴിക്കും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് മുള്ളങ്കി എന്ന് പറയും. മുള്ളങ്കി ഇവിടെ വൈറ്റ് റാഡിഷ്. ഓക്കെ, ഇച്ചിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല എരിവാ. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കിട്ടും. കരിയേപ്പില ഞാൻ പറച്ചിടാറില്ല. മൊത്തമായി ഇരിക്കും. നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്. അതുകൊണ്ട് അതങ്ങനെ ആവട്ടെ. പാത്രം മര്യാദയ്ക്ക് നമ്മൾ ശരിക്കും വെറുതെ കൂട്ടി ഉണ്ടാക്കിയാൽ ശരിക്കും അതിന് നല്ല അടിപൊളിയാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയാൽ കറി കൊള്ളാം. ഉടായ്പായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അനുഭവമാണ്. തക്കാളി ഇതെല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ വാട്ടി കഴിഞ്ഞാൽ ഇന്നൊന്നും ഉണ്ടാക്കി ഞാൻ അങ്ങനെ അടിഞ്ഞു പോകും. തക്കാളിക്ക് വലിയ പുളിയൊന്നുമില്ല. പുളി ചേർത്ത് കൊടുക്കാൻ ഈ തക്കാളി ഇതുണ്ടാവും. ഇത്തിരി വെള്ളം വെച്ച് തിളക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ള തേങ്ങ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. നമ്മൾ സംഗതി ഇറക്കും. തിളച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചതേ ഇതിനകത്തേക്ക് പറഞ്ഞിട്ട് ഇച്ചിരി ഇളക്കി കൊടുത്തിട്ട് കൂടുതൽ ഇളക്കിയാലും കൊള്ളാം. ഈ കിളിമീനില്ലേ, കിളിമീൻ വയ്യ എല്ലാം കൂടി കിളിയെല്ലാം കൂടി പറഞ്ഞു. ഇന്ന് കിളിമീൻ ഉണ്ടാവില്ല, എല്ലാം കൂടി ചളിമീനാണ്. അതുകൊണ്ട് കൂടുതൽ ഇളക്കാടുക്കുന്നതാണ് ബെറ്റർ. നോക്കിയിട്ട് അവിടെ മൂടി വെച്ചാൽ ഇനി തിളക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇഷ്ടമായി സദ്യ ആയി. പിന്നെ ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അങ്ങ് ഫോളോ ചെയ്ത് വിട്ടെ, ഒരു ലൈക്കും ചെയ്തിട്ട്. വേറൊന്നുമില്ല. താങ്ക് യു.